ഒരു 99.99% സ്പോർട്സ് മൂവീസിൻ്റെ ക്ലൈമാക്സ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതല്ല അവിടുത്തെ വിഷയം. ആ സിനിമ എങ്ങനെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്നു, ഏത് രീതിയിൽ കാണികളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്നു, അവസാനം വരെ എന്തൊക്കെ കാണിക്കുന്നു, ഏത് രീതിയിൽ കാണിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. കപ്പ്, മാത്യു തോമസിൻ്റെ കപ്പ്, സഞ്ജു സാമുവലിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ. അദ്ദേഹം ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. ഈ പടത്തിലും ജൂഡ് ആൻ്റണി ജോസഫ് ഉണ്ട്. ഓം ശാന്തി ഓശാനയുടെ പ്രശസ്തനായ ജൂഡ് ആൻ്റണി ജോസഫ്. ഇതിൽ മാത്യു തോമസ് കൂടാതെ ഗുരു സോമസുന്ദരം, നമിത പ്രമോദ്, അനിക സുരേന്ദ്രൻ, മൃണാളിനി സൂസൻ ജോർജ്, റിയ ഷിബു, ബേസിൽ, വിഷ്ണു പുരുഷൻ എന്നിവർ അഭിനയിക്കുന്നു. ഇത് സർപ്രൈസ് പാക്കേജായിട്ട് എനിക്ക് തോന്നിയത് വിഷ്ണു പുരുഷനാണ്. മാത്യു തോമസിൻ്റെ ഫ്രണ്ട് ആയിട്ട് കഥാപാത്രമാണ് ഇപ്പോൾ വിഷ്ണു അവതരിപ്പിക്കുന്നത്. എല്ലാവരും നല്ല പെർഫോമൻസാണ്, മിക്കവരും നല്ല പെർഫോമൻസാണ്. എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് വിഷ്ണു തന്നെയാണ്. കാരണം മാത്യു തോമസ് നമുക്കറിയാം, പുള്ളി ഡെലിവറി ചെയ്യുമെന്ന് അറിയാം. പക്ഷെ കൂട്ടാനായിട്ട് വന്ന വിഷ്ണു കലക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ പടത്തിൻ്റെ മെയിൻ വീക്ക്നെസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനൊന്നുമില്ല സ്ക്രിപ്റ്റ് പോലെ തോന്നി. ഒരുപാട് ക്ലീഷേഴ്സ് ഉണ്ട്. ഒരു ടീനേജ് മൂവിയിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ സ്പോർട്സ് മൂവിയിൽ കാണിക്കുന്ന ഒരുപാട് ക്ലീഷേഴ്സ്. പ്രഡിക്റ്റബിളാണ് മിക്ക കാര്യങ്ങളും. ഒരു സ്പോർട്സ് മൂവി നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് അന്ത്യം നമുക്ക് ഏകദേശം ഊഹിക്കാം. പക്ഷെ അതുവരെയുള്ള കാര്യങ്ങളാണ് വിഷയം. അവിടെയാണ് ഈ മൂവിയുടെ പരാജയവും. ഏറ്റവും മുഴച്ചു നിന്നത് വൃത്തികേടായിട്ട് തോന്നിയത് ഡയലോഗ്സാണ്. ആ പ്രായത്തിലുള്ള പിള്ളേർ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ, ഡയലോഗ് ഡെലിവറി ഒക്കെയാണ് മൊത്തം. അത് മാത്രമല്ല, ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻസ്, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ഇതിങ്ങനെ ഒരു 1000 വട്ടം നമ്മൾ കേൾക്കേണ്ടി വരും പടത്തിൽ ഉടനീളം. അത് നമ്മൾ ഒരു വട്ടം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ജാറിങ് ആണ് അത്. ഉടനീളം ഉണ്ട് താനും. കുറച്ചുകൂടെ ഡയലോഗ്സ് കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു തോന്നുന്നു. ഷാൻ റഹ്മാനെയാണ് സംഗീതം, BGM അദ്ദേഹത്തിനെയാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഈ പടത്തിന് പറ്റിയ രീതിയിലുള്ളൊരു BGM ഒക്കെയാണ്. അത് വളരെ വ്യത്യസ്തമൊന്നുമല്ല, കേട്ട് പഴകിയ സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഓക്കെ, ഫൈൻ. അൽഫോൺസ് പുത്രൻ പ്രസൻസ് എന്നാണ് പടത്തിൽ എഴുതിയിരിക്കുന്നത്. പടം കാണിക്കുമ്പോൾ എഴുതി കാണിക്കുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ അൽഫോൺസ് പുത്രൻ്റെ ആണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പ്രോമിസിങ് സംഭവമായിരുന്നു, പ്രോമിസിങ് കാസ്റ്റും ക്രൂ ഒക്കെയാണ്. പക്ഷേ പടം ഒരു ആവറേജ് വാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ ചെറുപ്പത്തിൽ വരുന്ന, ആ ഒരു പ്രായത്തിൽ വരുന്ന സാധാരണ സംഭവങ്ങളെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നവർക്ക് തോന്നി. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല മാത്യു തോമസിൻ്റെ ജീവിതത്തിൽ എന്ന് തോന്നി. അതുമാത്രമല്ല, ആ കഥാപാത്രത്തിൽ കുറച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് തോന്നി കഥാപാത്രം. കാരണം ആ കഥാപാത്രം ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ പെട്ടെന്ന് ചില കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. അതായത് പുള്ളിക്ക് അനിക പുതിയൊരു റാക്കറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. അതുവരെ അങ്ങനൊരു റാക്കറ്റ് മോഹം മാത്യുവിൽ കണ്ടില്ലായിരുന്നു. എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് പോയപ്പം വിട്ടുപോയതാണോ മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. എനിവേ, ഇറ്റ്സ് an average watch. I'm going with 3 out of 5 for Cup. Thanks for watching.